കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതൊക്കെ നിന്റെ നാടകമാണല്ലേ? ഇനി നിനക്ക് പോവാം കൗശിക്. ശരി വരും. ഈ രാഹുലും നമ്മുടെ മാളവികയും ഒന്നിച്ചു പഠിച്ചവരാ. മാളവികയ്ക്ക് ഇവനോട് ഇഷ്ടമൊന്നുമില്ലായിരുന്നു, പക്ഷെ പ്രേമാണെന്ന് പറഞ്ഞേ ഇവൻ അവളുടെ പുറകെ കൂടിയത്. അയ്യോ, അങ്ങനെയൊന്നല്ല, ഇങ്ങനെ പറയുന്നൊന്നും സത്യമല്ല. ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇവന്റെ പ്രേമാഭ്യർത്ഥന മാളവിക നിരന്തരം നിരസിച്ചപ്പോ മാളവിക എഴുതിയ പോലെ ഇവൻ തന്നെ ലവ് ലെറ്റേഴ്സ് എഴുതി മാളവികയും അവനും ഒന്നിച്ചുള്ളതുപോലെ ഫോട്ടോസ് മോർഫിംഗ് ചെയ്ത് ഉണ്ടാക്കി. ഇനി അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ഫോട്ടോസ് പുറത്താക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനും തുടങ്ങി. അയ്യോ, ഒരിക്കലുമല്ല, ഞാൻ പറഞ്ഞൊക്കെ സത്യ. നിന്നെ ഞാൻ എടാ, എന്താ നിന്റെ മനസ്സിലിരിപ്പ്? മര്യാദക്കെല്ലാം അവസാനിപ്പിച്ച് പോയില്ലെങ്കിൽ ഒന്നുകളയും പറഞ്ഞേക്കാം. പെൺകുട്ടികളുടെ ഭാവി എത്ര നിസ്സാരമാണോടാ? മാളവിക്ക് ഇവിടുന്ന് പോയിക്കോളും, പ്രശ്നങ്ങളൊക്കെ അതോടെ തീരുന്നു കരുതിയപ്പോ ഇതെന്താ പുതിയ കഥ? രാഹുൽ ശരിക്കും മാളവികയുടെ ലവർ തന്നെയാണല്ലോ. വരുൺ എന്തിനാ അതല്ലെന്ന് വരുത്തി തീർക്കാൻ ഇത്രയ്ക്ക് പാടുപെടുന്നേ? എന്താ ഇതിന്റെയൊക്കെ പുറകിൽ? നിങ്ങളോട് എല്ലാവരോടും കൂടി എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ രാത്രി എന്നെ കാണാൻ വേറൊരാൾ കൂടി വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ഇവൻ മാളവികയെ കാണാൻ വന്നതായിരുന്നു. ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യണ കണ്ടപ്പോ വാൺ ചെയ്ത് പറഞ്ഞയക്കായിരുന്നു ഞാൻ. നിങ്ങളോടൊക്കെ പറഞ്ഞ പേടിക്കൊന്നും കരുതിയതുകൊണ്ടാ ആരോടും ഞാനൊന്നും പറയാഞ്ഞു. പക്ഷെ മാളവിയുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭീഷണിയായിട്ട് വന്നില്ലേ? കൊട്ടാരം വീട്ടിലെ പെൺകുട്ടിയുടെ ഭാവി വെച്ച് കളിക്കുന്നു. ഒറ്റയ്ക്കായോടെ നീയൊക്കെ? മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും പ്ലീസ്. ഇനി എന്താടാ വിശ്വസിക്കണ്ടേ? നീ കാരണം പൊന്നുപോലെ കരുതിയ മാളവികയെ ഞാൻ പോലും സംശയിച്ചു പോയി. എന്തിനാടാ നീ ഇതൊക്കെ? നീ കാരണം ഈ വീട്ടിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായനടാ? അവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാ. നേരത്തെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. ആർക്കായാലും അതൊക്കെ ഉണ്ടാവില്ലേ? പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. വേറെ ആരോട് ചോദിക്കാൻ പറ്റില്ല, പ്ലീസ്. എന്റെ പൊന്നു മാളവിക, എന്താ ഇതൊക്കെ? തെറ്റ് ചെയ്യാത്തവരാരാ ഈ ലോകത്തുള്ളത്? പക്ഷെ ആ തെറ്റിനെ ശരിയാക്കുമ്പോൾ അവിടെ വീണ്ടും തെറ്റ് സംഭവിക്കാൻ പാടില്ല.
നീ കൂളായിരിക്കെ. ആ തെറ്റ് എങ്ങനെ ശരിയാക്കണമെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ? താങ്ക് യു. അയ്യോ, ഈ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. ഓക്കെ? അപ്പോ ഇത് മാളവികയും വരുണും ചേർന്ന് നടത്തുന്ന നാടകമാണ്. നല്ലൊരു അവസരമാണല്ലോ എന്റെ കയ്യിൽ നിന്ന് പോയത്. എന്നാലും വരുൺ എന്തിനാ മാളവികയെ സഹായിക്കുന്നേ? ദാസേട്ടാ, ഈ വൃത്തികെട്ടവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. വരുണേ, വേഗം പോലീസിനെ വിളിക്ക്. അമ്മായി, അമ്മായി അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഈ രാഹുൽ എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതല്ലേ. പോലീസ് ഒന്നും വേണ്ട. മേലാൽ ഇങ്ങോട്ട് വരാതിരുന്നാ മതി. പോലീസിലെങ്ങാനും പിടിച്ചു കൊടുത്താ അവര് സത്യം എന്താന്ന് മനസ്സിലാക്കിയാലോ. പുറത്ത് ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുത്തേക്ക്, അവര് നോക്കിക്കോളും. ക്ഷമ ചോദിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വലിയ മനസ്സ് കാണിക്കണം മോളെ. നീ എന്നോട് ക്ഷമിക്ക. അയ്യോ അമ്മായി, വേണ്ട. അമ്മായി എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ജീവനോടെ ഇരിക്കാൻ കാരണം ഈ വീടും ഇവിടെയുള്ളവരും അല്ലേ. ദേവേട്ടൻ അന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു. മോളെ മാളവികയെ, മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്നറിയോ? നടക്കുമോളെ, വരൂ. നടക്കുമോളെ. ശ്രീരാമ, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എന്താ അങ്ങനെ നോക്കണേ? എന്തോ ഒരു പ്രത്യേകത തോന്നുന്നല്ലോ. എന്റെ ഡ്രസ്സാണോ? നന്നായിട്ടുണ്ടല്ലേ? ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ നിന്റെ കെയർ ഓഫ് അഡ്രസ് മാറുന്നുണ്ടല്ലോ. എന്താ നീ പറയണേ? നീ ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? നീ മാളവികയോട് സംസാരിച്ചതോ
ഇതൊക്കെ പ്ലാൻ ചെയ്തതോ ഒന്നും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതല്ലേ നീ എന്താ പറഞ്ഞേ? ഈ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ നടക്കണം, എന്നാൽ മാത്രമേ ദേവന് രാജപദവി നഷ്ടപ്പെടുകയുള്ളൂ, എങ്കിലേ നിനക്ക് രാജാവാകാൻ പറ്റൂന്നല്ലേ? അതുകൊണ്ടാ അവൻ ഭീഷണിപ്പെടുത്താൻ വന്നപ്പോ കല്യാണം മുടങ്ങാതിരിക്കാൻ എന്നാലായത് ഞാൻ ചെയ്തു. അപ്പോ വന്നത് മാളവികയുടെ റിയൽ ലവർ തന്നെയാണല്ലേ? റിയലോ ഫേക്കോ അതിന് നമുക്കെന്താ? നമുക്ക് ഈ കല്യാണം അങ്ങ് നടന്നു കിട്ടിയാ പോരെ? എന്ത് തടസ്സം വന്നാലും മാറ്റിക്കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ? അതോ അതിനപ്പുറത്തേക്ക് മാളവികയോട് പ്രത്യേക ഇൻട്രസ്റ്റ് വല്ലതും തോന്നിയോ? ഏയ് ചിച്ചി ചിച്ചി ചി, അവളെ ആർക്ക് വേണം? നീയുള്ളപ്പോ വേറൊരാളെ എനിക്ക് എന്തിനാന്ന്? ഈ സൗന്ദര്യത്തിന് മുമ്പിൽ വേറൊന്നും എനിക്ക് കണ്ണിൽ കാണില്ല. മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി പറയാം. അടി തെറ്റിയ വീഴാൻ പോകുന്നത് നീ മാത്രമാ. എന്തും ചെയ്യുന്നതിന് മുമ്പ് എന്നോട് കൂടി ചോദിക്കും. ഒന്ന് തൊടാൻ അവള് സമ്മതിക്കത്തില്ല. പക്ഷെ എല്ലാം ഞാൻ പറഞ്ഞേക്കണം. അല്ല, മാളവികയെ വെറുതെ സഹായിക്കാൻ എനിക്കെന്താ വട്ടാ? അതിനൊരു പ്ലാനിങ് എനിക്കും ഉണ്ട്. ഹലോ ബേബി, നിന്റെ ഫോൺ കോളിന് വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്നോ? ജീവൻ പോകുന്ന അവസ്ഥയായിരുന്നു. ആ രാഹുൽ വീട്ടിലേക്ക് കയറി വന്നു, ഞങ്ങളുടെ കുറെ ഫോട്ടോസും തെളിവായിട്ട്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. സമയത്ത് വരുൺ ഇടയ്ക്ക് കയറി വന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ എപ്പോഴേ എന്നെ എല്ലാരും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയാനെ. നമ്മുടെ പിള്ളേരുടെ കയ്യിൽ നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഒരു ദിവസം കൂടി നീയൊന്ന് സൂക്ഷിക്കണം. ഈ ഒരു ദിവസം രാഹുലിനെ പുറത്ത് വിടരുത്. അവൻ കാണിച്ച തെളിവുകളെല്ലാം മോർഫിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയെങ്കിലും അവൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്ന പ്രശ്നവും അതൊന്നും ഉണ്ടാവാതെ നോക്കണം. അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ അവൻ പുറം ലോകം കാണരുത്. അവൻ ഇനി എവിടെ പോവാൻ? നമ്മുടെ പിള്ളേരവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുക. അവന്റെ മരണവിളി നിനക്കവിടെ കേൾക്കും ബേബി. നോ, അവൻ അത്ര ഈസി ആയിട്ട് ചാവരുത്. ഇന്ന് ഞാൻ അനുഭവിച്ച നരകമുണ്ടല്ലോ, അവനത് 100 ഇരട്ടിയായിട്ട് അനുഭവിക്കണം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ നേരിട്ട് വന്ന് അവന്റെ ജീവനെടുത്തോളാം. ശരി അമ്മ, വെക്കട്ടെ. ആരത്? വിട്, വിട്, വിട്. വിട്. അവൻ അത്ര ഈസി ആയിട്ട് ചാവരുത്. ഇന്ന് ഞാൻ അനുഭവിച്ച നരകമുണ്ടല്ലോ, അവനത് 100 ഇരട്ടിയായിട്ട് അനുഭവിക്കണം. അപ്രതീക്ഷിതമായി എനിക്ക് വീണ് കിട്ടിയൊരവസരം, കല്യാണം മുടക്കാൻ കിട്ടിയൊരു തുറുപ്പ് ചീട്ട്, അതാ നീ ഇല്ലാതാക്കിയത്. ചാവടി, ചത്തു തൊളിയെ.
മാളവികെ, മാളവികെ, എന്ത് പറ്റി മാളവികെ? മാളവികെ, മാളവികെ, എന്ത് പറ്റിയ? എന്ത് പറ്റി മാളവികെ? പറയ്, എന്താ പറ്റിയെന്ന് പറ. മാളവികെ, മാളവികെ, എന്താ പറ്റി മോളെ? എന്താ മാളവിക, എന്താ മോളെ, എന്താ മോളെ നിനക്ക് പറ്റിയ? എന്താണെന്ന് പറ. എന്താ മാളവികെ പറ്റിയത്? എന്താന്ന് പറയേ മാളവികെ. എന്താ 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 പറ്റി? ചേച്ചി, എന്റെ കഴുത്തേല് പിടിച്ചാരോ എന്താ അവിടെ ആ കയറത്തില് മുക്കി. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആരും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയമില്ല, ഇത് വൈദേഹിയുടെ പണി തന്നെയാ. എന്താ സംഭവിച്ചേ? അമ്മായി, അമ്മായി, പിന്നെ വൈദേഹി വന്നിരുന്നു, എന്നെ കൊല്ലാൻ നോക്കി അമ്മായി. ജാനകി, നീ ഇപ്പൊ എന്റെ റൂമിലേക്ക് വന്നിരുന്നോ? വന്നില്ലല്ലോ. ശരിയാ, ജാനകി ഇത്ര നേരം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജാനകി അല്ലേ? അന്ന് സാരിക്ക് തീ പിടിച്ച സമയത്തും നീ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. അപ്പോ അങ്ങനെ തന്നെ കാറ്റിലൂടെ തന്നെ അവള് വന്നേ. വൈദേഹി പിന്നെ വന്നമ്മായി. എന്തു പറ്റി? എന്താരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്ത് പറ്റാനാ ദേവ? ഒന്നും പറ്റിയിട്ടില്ല. ചേച്ചി പേടിക്കൊന്നും വേണ്ട, നടന്നത് എന്താന്ന് വെച്ചാ അങ്ങ് പറയേ. എങ്ങനെ പറയാനോടാ? നിനക്ക് കിട്ടാത്തോണ്ടാ, എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നുമില്ല ദേവാ, നീ പൊയ്ക്കോ. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ മാളവികയുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? അത് ബാത്റൂമിൽ അവളൊന്ന് തെന്നി വീണു. മുഖം ബക്കറ്റിലെ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. അത്രേ ഉള്ളൂ ദേവ, നീ ഇതൊന്നും കാര്യാക്കണ്ട ദേവ. അങ്ങനെയല്ലേ മാളവികെ? അതെ ദേവേട്ടാ, അങ്ങനെ തന്നെയാ. ആ ശരി, നീയായിട്ട് തന്നെ വീണിട്ട് നീ അവിടെ വന്നിരുന്നോന്ന് ജാനകിയോട് ചോദിച്ചെന്തിനാ? അപ്പൊ ഇത് വൈദേഹിയുടെ പണിയാണെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എനിക്കറിയാം, ഇത് വൈദേഹിയുടെ പണി തന്നെയാണ്. വൈദേഹി ഇവിടെ വന്നിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇനിയിപ്പോ എല്ലാവർക്കും വിശ്വസിക്കാമല്ലോ വൈദേഹി ഇവിടെ തന്നെ ഉണ്ടെന്ന്. വൈദേഹി വന്നിട്ടുണ്ട്. നമ്മളും അത് തന്നെയല്ലേ വിനയ പറഞ്ഞത്. ചെറിയ വ്യത്യാസമുണ്ട് ചേച്ചി. നിങ്ങളൊക്കെ വൈദേഹി ചേച്ചി പ്രേതമായിട്ട് വന്നെന്ന് പറയുമ്പോ ദേവൻ ചേട്ടൻ പറയുന്നത് വൈദേഹി ചേച്ചി ജീവനോടെ വന്നു എന്നേ ഉള്ളൂ. ഇനിയൊരു പക്ഷെ വൈദേഹി ചേച്ചി ഇതൊക്കെ നേരിട്ട് വന്നാണ് ചെയ്യുന്നതെങ്കിലോ? ഇല്ല, അതിന് ചാൻസേ ഇല്ല. അതെയോ മാളവിക ചേച്ചി? എവിടെ
അതൊന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞ ചേച്ചി. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട ചേച്ചി. ഒന്നും അത്ര നല്ല നിമിത്തങ്ങളല്ല, ഒന്ന് സൂക്ഷിച്ചോട്ടോ. ഏയ് എന്തിന്റെ കേടാ നിനക്ക്? പോയി നിന്റെ പണി നോക്ക്. പൊക്കോ എല്ലാരും പോയേ. മോളെ മാളവികെ, നീ ചെന്ന് കുളിച്ചിട്ട് വാ. കുളിക്കുന്നില്ലേ മാളവികെ? ചൂടുവെള്ളം എടുത്തു വെച്ചോട്ടെ. വേണ്ട. എന്റെ അവസ്ഥ എന്ത് കഷ്ടാന്ന് നോക്കിക്കേ. വൈദേഹിയാണെങ്കിൽ പ്രേതായിട്ട് വന്ന് കൊല്ലാൻ നോക്കുക. അത് ദേവേട്ടനോട് പറഞ്ഞ ദേവേട്ടനെ ഒന്നും കിട്ടും. ആരാ പേടിക്കണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആരെയും പേടിക്കാതെ ജീവിക്കണമെങ്കില് ഒരു വഴിയുണ്ട്. എന്താ പറയേ? രാജഗുരുക്കള്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, രാജഗുരുക്കളെ കണ്ട് നടന്നതൊക്കെ പറഞ്ഞ അദ്ദേഹം എന്തെങ്കിലും ഒരു ഏലസ് ജപിച്ചു തരും. പിന്നെ വൈദേഹി ഈ പരിസരത്തേക്ക് പോലും വരില്ല. അത് വേണ്ടെന്നാണെങ്കിൽ കല്യാണം അടുക്കും തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോ നിന്റെ മരണം വരെ ഉണ്ടാവും. ആലോചിച്ച് തീരുമാനിക്കാം. മാളവികയെ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കുളിച്ചേ. വരുന്നമ്മായി. ആ ബേബി അവനിങ്ങെത്തിന്ന് തോന്നുന്നു. കൊണ്ടുവന്നിട്ടുണ്ട് മോളെ.